നമ്മൾ നോക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. 1769 ടു 1859 ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. ജോഗ്രഫിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് മോഡേൺ ജോഗ്രഫി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയ്ക്ക് അദ്ദേഹം ജോഗ്രഫിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് നമുക്ക് നോക്കാം. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഒരു ജർമ്മൻ വ്യക്തിയാണ്. ഇദ്ദേഹം പ്രൂഷ്യയിലാണ് ജനിച്ചത്. അപ്പോൾ ജർമ്മനിക്കകത്തും പുറത്തും ജോഗ്രഫിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് ജോഗ്രഫിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറ്റ് സബ്ജക്ട്സായ ജിയോളജി, ബോട്ടണി, സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അനാട്ടമി, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ്, പിന്നെ ഫിസിയോളജി, ഹിസ്റ്ററി, ക്ലൈമറ്റോളജി, ജിയോമോർഫോളജി, പിന്നെ മറ്റ് ജോഗ്രഫിയുടെ ബ്രാഞ്ചുകളിലും ഇദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരുപാട് ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണ്. ട്രാവൽ ചെയ്യുമ്പോൾ വെറുതെ ട്രാവൽ ചെയ്ത് ട്രാവലോഗ്സ് പോലെയല്ല അദ്ദേഹം എഴുതിയിരുന്നത്. പകരം എന്ത് ചെയ്തു, ഓരോ സ്ഥലത്തും പോകുമ്പോൾ അവിടെ കൊണ്ടുപോകേണ്ട വെതർ ഇൻസ്ട്രുമെൻറ്റ്സ് ആയാലും മറ്റെന്ത് ഇൻസ്ട്രുമെൻറ്റ്സ് ആയാലും കൊണ്ടുപോവുകയും എന്നിട്ട് അവിടെ കാണുന്ന കാര്യങ്ങളെയൊക്കെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. നമുക്ക് ട്രാവലോഗ്സ് അറിയാം, എവിടെയെങ്കിലും പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ വഴിയോരത്ത് എന്ത് കാണുന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. പക്ഷേ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് അങ്ങനെയല്ല ചെയ്തത്. പോകുമ്പോൾ ഓരോ കാര്യങ്ങളും അളന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കൂടെ കൊണ്ടുപോയി. അതായത് അദ്ദേഹം ഇപ്പോൾ വെതർ നോക്കണമെങ്കിലും ഓൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യണമെങ്കിലും എല്ലാത്തിനും അന്നുണ്ടായിരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുപോവുകയും അതുപയോഗിച്ച് പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഹംബോൾട്ട് ജനിച്ചത് ഒരു പ്രൂഷ്യൻ ഫാമിലിയിലാണ്, പ്രൂഷ്യൻ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലാണ് ഇദ്ദേഹം ജനിച്ചത്. എന്നിട്ട് അദ്ദേഹം ഒരുപാട് സബ്ജക്ട്സുകളിൽ എഡ്യൂക്കേറ്റഡായി. ക്ലാസിക്കൽ ലാംഗ്വേജസ്, ഇക്കണോമിക്സ്, ഫിനാൻസ്, ഹിസ്റ്ററി, ടെക്നോളജി, മാത്തമാറ്റിക്സ്, ഇതിലൊക്കെ അദ്ദേഹം പഠിച്ചു. അതിനുശേഷം അദ്ദേഹം മിലിറ്ററിയിലാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം എക്കണോമിക്സ് പഠിക്കുകയും പിന്നീട് സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഗോട്ടിഞ്ചനിൽ ചെന്ന് ബോട്ടണി, ജിയോളജിയും മിനറലോളജിയും പഠിക്കുകയുണ്ടായി. 1795 ഇദ്ദേഹം ഒരു ബൊട്ടാണിക്കൽ ടൂർ നടത്തി സ്വിറ്റ്സർലാൻഡിലേക്കും ഇറ്റലിയിലേക്കും. പിന്നീട് അദ്ദേഹത്തെ പ്രൂഷ്യയിലെ മൈൻസിൻ്റെ ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. പക്ഷേ ആ സമയത്ത് അദ്ദേഹം ആൽപ്സിനെ കുറിച്ചും ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി അവിടെയൊക്കെയുള്ള റോക്ക് സ്ട്രക്ചറും അതിനെയൊക്കെ കുറിച്ച് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അതൊക്കെ പഠിക്കണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. ഇവിടെ ജസ്റ്റ് അദ്ദേഹം എവിടെയാണ്, പ്രൂഷ്യയിലാണ് ജനിച്ചത്, പിന്നെ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് എന്തൊക്കെയായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ജസ്റ്റ് കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. മെയിനായിട്ട് വരുന്നത് അടുത്ത സ്ലൈഡ്സിലാണ്. 1798 ഹംബോൾട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രഞ്ച് ബൊട്ടാനിസ്റ്റ് ആയിട്ടുള്ള കൂട്ടുകാരൻ ബോൺപ്ലാന്റ് എന്നാണ് കൂട്ടുകാരൻ്റെ പേര്. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. സ്പെയിനിലേക്കാണ്. അവർ സ്പെയിനിലെത്തിച്ചേരുന്നു. ഈ സ്പെയിനിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് ടെമ്പറേച്ചർ, ഓൾട്ടിറ്റ്യൂഡ് അങ്ങനെയൊക്കെയുള്ള കാണുന്ന ഒബ്സർവേഷനെയൊക്കെ അദ്ദേഹം മെഷർ ചെയ്യുകയും ചെയ്തു. പിന്നെ അദ്ദേഹം എന്താണ് ചെയ്തത്, എക്സ്പ്ലോർഡ് വാലൻസിയ ലേക്ക്. വാലൻസിയ ലേക്ക് വെനിസ്വേലയിലുള്ള ഒരു ലേക്കാണ്. അപ്പോൾ അതിനെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തു. അത് അവിടുത്തെ 3rd ലാർജസ്റ്റ് ലേക്കായിരുന്നു. അദ്ദേഹം അത് എക്സ്പ്ലോർ ചെയ്തപ്പോൾ മനസ്സിലായി ആ ഒരു ലേക്കിൻ്റെ ഏരിയ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഷ്രിങ്ക് ചെയ്യാനുള്ള കാരണം അതിൻ്റെ അടുത്ത് കൾട്ടിവേറ്റ് ചെയ്തതും ആ അടുത്തുള്ള ട്രീസ് നശിപ്പിച്ചതുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കാണുന്നതാണ് വാലൻസിയ ലേക്ക്. വെനിസ്വേലയിലുള്ള ലേക്കാണ്, 3rd ലാർജസ്റ്റ് ലേക്കാണ്. അവിടെ വെനിസ്വേലയിൽ 3rd ലാർജസ്റ്റ് ലേക്കാണ്. അവിടെയാണ് കൾട്ടിവേഷൻ കൊണ്ടുവന്നതുകൊണ്ട് ട്രീസ് കട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ആ ലേക്കിൻ്റെ ഏരിയ കുറഞ്ഞു എന്ന് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് കണ്ടുപിടിച്ചത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു പോസിറ്റീവ് റിലേഷൻ ഉണ്ടെന്ന്. എന്തൊക്കെ തമ്മിലാണ്, ഫോറസ്റ്റും റെയിൻഫോളും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് ട്രീസ് കട്ട് ചെയ്യുകയാണെങ്കിൽ റെയിൻഫോൾ കുറയും,
ട്രീസിന് റെയിൻഫോൾ ഉണ്ടാവുന്നതുമായിട്ട് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പറഞ്ഞിരുന്നു. അത് ഇന്ന് നമ്മൾ ഏകദേശം ശരിവെച്ച് പോകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തതായിട്ട് അദ്ദേഹം ചെയ്തതാണ് ഒറിനോക്കോ റിവർ. സൗത്ത് അമേരിക്കയിലുള്ള റിവറാണ് ഒറിനോക്കോ റിവർ. നമുക്ക് ഈ ഇമേജിൽ കാണാം, വെനിസ്വേലയിലൊക്കെ കൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ റിവറും ആമസോൺ റിവറും തമ്മിൽ ഒരു കണക്ടിവിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിച്ചതും അദ്ദേഹമാണ്. അപ്പോൾ നമുക്കറിയാം ആമസോൺ റിവർ ഒഴുകുന്നത് ഡെൻസ് ഫോറസ്റ്റിൽ കൂടെയാണ്. ആ സ്ഥലത്ത് അന്ന് എത്തിപ്പെടാൻ എന്തുമാത്രം പാടായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം കണ്ടുപിടിച്ചു ഒറിനോക്കോ റിവറും ആമസോൺ റിവറും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയിൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബോൺപ്ലാന്റ് എന്ന് പറയുന്ന സുഹൃത്തിനും ഒരുപാട് സഫറിങ്സ് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് ഫുഡില്ലാതെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസെക്ട്സും മോസ്കിറ്റോസും അങ്ങനെയൊക്കെ ആ ജീവികളുടെ, കാട്ടിലുള്ള ജീവികളുടെ ഒരുപാട് ആക്രമണങ്ങളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം കണ്ടീഷനിലും അവരെന്ത് ചെയ്തു, എക്സാക്റ്റായിട്ട് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്തു. ഇതുപോലെയുള്ള മറ്റ് മെഷർമെൻറ്റ്സും ഒക്കെ അവർ ചെയ്യുകയും ചെയ്തു. ഇത് കൂടാതെ അവിടെയുള്ള ഓരോ പ്ലാന്റ് സ്പെസിമെനും റോക്ക് സ്പെസിമെനും ഒക്കെ കളക്ട് ചെയ്ത് ക്യൂബയിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ നമുക്ക് ഫിസിക്കൽ ജോഗ്രഫിയിൽ അദ്ദേഹം ചെയ്ത കോൺട്രിബ്യൂഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ, അടുത്ത അദ്ദേഹം ഹ്യൂമൻ ജോഗ്രഫിയിൽ ചെയ്തതാണ് ഇക്കണോമി ആൻഡ് സൊസൈറ്റി ഓഫ് പീപ്പിൾ ഓഫ് ക്യൂബ. അദ്ദേഹം പഠിച്ചു, സ്റ്റഡീഡ് ഇക്കണോമി ആൻഡ് സൊസൈറ്റി ഓഫ് പീപ്പിൾ ഓഫ് ക്യൂബ. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഇൻ 1801 ദേ റീച്ച്ഡ് കൊളംബിയ ആൻഡ് വെൻറ്റ് ടു ആൻഡസ്, ഇക്കഡോർ ആൻഡ് പെറു. ആൻഡസിലും ഇക്കഡോറിലും പെറു ഒക്കെ ഇവർ വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു. ഗേവ് എക്സ്പ്ലനേഷൻ ഓഫ് ക്രോപ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് വെജിറ്റേഷൻ ഓൺ ക്രോപ്സ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം ടെമ്പറേച്ചറും ഓൾട്ടിറ്റ്യൂഡും ഒക്കെ എങ്ങനെയാണ് ഒരു വെജിറ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ടീ പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഹില്ലി റേഞ്ചസ് ഒക്കെ സെലക്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓരോ ടെമ്പറേച്ചറിനും ക്ലൈമറ്റിനനുസരിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് അദ്ദേഹം കണ്ടുപിടിച്ചു എങ്ങനെയാണ് ഓൾട്ടിറ്റ്യൂഡും ടെമ്പറേച്ചറും ഒരു ക്രോപ്പിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന്. പിന്നെ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് എക്സാമിൻഡ് വോൾക്കാനോസ് ഓഫ് ഇക്കഡോർ ആൻഡ് ഡിസെൻഡഡ് ഇൻ ദ ക്രേറ്റേഴ്സ് ഓഫ് ആക്റ്റീവ് വോൾക്കാനോ ടു കളക്ട് ഗ്യാസസ് എമിറ്റിംഗ് ഫ്രം ദ എർത്ത്. അപ്പോൾ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു നല്ല സോഴ്സാണ് നമ്മുടെ വോൾക്കാനോയുടെ അകത്തുനിന്ന് വരുന്ന മാഗ്മ, ലാവ, ഗേഷ്യസ് മെറ്റീരിയൽസ്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനായി ഇദ്ദേഹം ആക്റ്റീവ് വോൾക്കാനോസിൻ്റെ അകത്തിറങ്ങി ആ ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇദ്ദേഹം ശ്രമം നടത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ചെയ്തത് മൗണ്ട് ചെമ്പുറാസോ എന്ന് പറയുന്ന ഒരു മൗണ്ടെയിൻ ഇക്കഡോറിലാണുള്ളത്. അന്നത്തെ കാലത്ത് ഇത് കയറുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. അദ്ദേഹം ആ മൗണ്ടെയിൻ കീഴടക്കിയിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ഒരു വേൾഡ് റെക്കോർഡ് തന്നെ ആയിരുന്നു ഈ മൗണ്ട് ചെമ്പുറാസോ കീഴടക്കിയത്. അപ്പോൾ വെറുതെ ഒരു മൗണ്ടെയിൻ കീഴടക്കുക എന്നത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അവിടെയും അദ്ദേഹം പഠനം നടത്തി. എന്താണ്, മൗണ്ടെയിൻ എങ്ങനെയാണ് ഹ്യൂമൻ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ അറിയാം മൗണ്ടെയിനിൻ്റെ മേളിൽ കയറുമ്പോൾ പ്രഷർ വേരിയേഷനും ടെമ്പറേച്ചർ വേരിയേഷനും ഒക്കെ ഉണ്ടാവും. അത് കാരണം മനുഷ്യന് പല ബോഡിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്നറിയാം. നമ്മൾ ഹിമാലയാസിലൊക്കെ കയറുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുമെന്നറിയാം. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടാണ് ഇന്ന് മൗണ്ടൈനേഴ്സൊക്കെ പോകുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ അന്ന് അദ്ദേഹം കണ്ടുപിടിച്ചത് സ്വയം പരീക്ഷണം നടത്തി തന്നെയായിരുന്നു. അദ്ദേഹം അങ്ങനെ ആ ചെമ്പുറാസോ എന്ന് പറയുന്ന മൗണ്ടെയിൻ കീഴടക്കി. അതിനുശേഷം അദ്ദേഹം കണ്ടുപിടിച്ചു എങ്ങനെയാണ് മൗണ്ടെയിൻ ഹ്യൂമൻ ബോഡിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു. ഹി എക്സ്പ്ലെയിൻഡ് ഫീലിംഗ് ഓഫ് ഡിസിനെസ് ആസ് എ റിസൾട്ട് ഓഫ് ലോ പ്രഷർ അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്. ഇത്രയും ഉയരത്തിൽ കയറുമ്പോൾ നമുക്കറിയാം പ്രഷർ കുറയുമെന്ന്. അത് കാരണം മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അദ്ദേഹം സ്വയം കയറി വന്നതിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹം കണ്ടുപിടിച്ചതാണ് പെറുവിയൻ കോസ്റ്റിലുണ്ടാകുന്ന ഗുവാന ബേർഡ് ഡ്രോപ്പിങ്സ്. അദ്ദേഹം ഇതിനെ ഒബ്സർവ് ചെയ്തു. എന്താണ് ഈ ഗുവാന ബേർഡ് ഡ്രോപ്പിങ്സ് എന്ന് പറയുമ്പോൾ, അവിടെ പെറുവിയൻ കോസ്റ്റിലുള്ള സീ റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള ബേർഡ്സിൻ്റെ കാഷ്ടം വീണിട്ട്
അവിടെ ഫുള്ള് ഫെർട്ടൈലായി വരുന്ന ഒരു പ്രതിഭാസമാണ് ഈ പറയുന്നത് ഗുവാന ബേർഡ് ഡ്രോപ്പിങ്സ് എന്ന് പറയുന്ന. ബേർഡിൻ്റെ വേസ്റ്റ് വീണിട്ട് അവിടെ നല്ല ഫെർട്ടിലിറ്റി ഉണ്ടാവുന്നു. ഇതിനെക്കുറിച്ചും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷനാണ് കോൾഡ് വാട്ടർ കറണ്ട് ഓഫ് പെറുവിനെ കുറിച്ച് പഠിച്ചത്. നമുക്കറിയാം പെറുവിൻ്റെ ഭാഗത്ത് കോൾഡ് വാട്ടർ അപ്വെല്ല് ചെയ്ത് വരുന്നത് കാരണം അവിടെ ഫിഷിംഗ് ഒക്കെ നന്നായിട്ട് നടക്കാറുണ്ടെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കറണ്ടിനെ കുറിച്ച് പഠിച്ചത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടാണ് ആദ്യമായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറണ്ടിനെ ഹംബോൾട്ട് കറണ്ട് എന്നും പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ എൽനിനോയുടെയൊക്കെ സമയമാകുമ്പോൾ ഈ കറണ്ടിനെയൊക്കെ വെച്ചിട്ടാണ് എൽനിനോയൊക്കെ പറയുന്നത്. അത് വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ ആ പെറുവിയൻ കോസ്റ്റിലെ കറണ്ടിനെ കുറിച്ച് പഠിച്ചത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു കോൺട്രിബ്യൂഷൻ എന്ന ട്രിബ്യൂട്ട് എന്ന രീതിക്കാണ് ആ കറണ്ടിനെ ഹംബോൾട്ട് കറണ്ട് എന്ന് വിളിക്കുന്നത്. പിന്നെ എന്ത് ചെയ്തു? ഹി വിസിറ്റഡ് വെസൂവിയസ് ഇൻ ഇറ്റലി, ആക്റ്റീവ് വോൾക്കാനോ. ഇറ്റലിയിലെ ആക്റ്റീവായിട്ടുള്ള ഒരു വോൾക്കാനോയാണ് വെസൂവിയസ്. അതിനെയും ഇദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഹി പുട്ട് ഫോർവേഡ് ദ ഐഡിയ ഓഫ് ഡിഗിങ് കനാൽ അക്രോസ് ഇസ്തുമസ്. ഒരു ഇസ്തുമസിൻ്റെ ഇടയിലേക്ക് ഒരു കനാല് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഇദ്ദേഹം അന്നത്തെ കാലത്ത് അതിനെക്കുറിച്ച് ഐഡിയ പറഞ്ഞിട്ടുണ്ട്. ഇസ്തുമസ് എന്ന് വെച്ചാൽ എന്താണ്? ഇതിൽ കാണാം, രണ്ട് ലാൻഡ് ഏരിയ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ ലാൻഡ് ഏരിയ, രണ്ട് വലിയ ലാൻഡ് ഏരിയ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ ലാൻഡ് ഏരിയയാണ് ഇസ്തുമസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരു കനാൽ കൊണ്ടുവന്നാൽ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഐഡിയ ആദ്യം കൊണ്ടുവന്ന വ്യക്തി അലക്സാണ്ടർ വോൺ ഹംബോൾട്ടാണ്. അതിനുശേഷം അദ്ദേഹം കണ്ടുപിടിച്ചു ടെമ്പറേച്ചർ ഓൺ ദ സെയിം ലാറ്റിറ്റ്യൂഡ് വാരീസ് ആസ് വൺ മൂവ് ഫ്രം കോസ്റ്റൽ ടു ദ ഇൻറ്റീരിയർ റീജിയൻ. അപ്പോൾ കോസ്റ്റൽ റീജിയനിൽ നിന്ന് ഇൻറ്റീരിയർ റീജിയനിലേക്ക് പോകുമ്പോൾ സെയിം ലാറ്റിറ്റ്യൂഡിലാണെങ്കിൽ പോലും ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ടാകും എന്ന് കണ്ടെത്തിയ വ്യക്തിയും അലക്സാണ്ടർ വോൺ ഹംബോൾട്ടാണ്. ഇതിനെയാണ് കോൺസെപ്റ്റ് ഓഫ് കോണ്ടിനെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ കോസ്റ്റൽ ഏരിയ നമുക്കറിയാം, വാട്ടർ വളരെ പതിയെ ചൂടാവുകയും വളരെ പതിയെ തണുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആ കോസ്റ്റൽ ഏരിയയിലെ ടെമ്പറേച്ചറിനെ ഈ ഒരു പ്രതിഭാസം അഫക്റ്റ് ചെയ്യും. എന്നാൽ കോണ്ടിനെൻ്റ് എങ്ങനെയാണ്? പെട്ടെന്ന് ചൂടാകുകയും ചെയ്യും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അപ്പോൾ ഒരേ ലാറ്റിറ്റ്യൂഡിലാണെങ്കിൽ പോലും സീയുടെയോ വാട്ടർ ബോഡിയുടെയോ അടുത്ത് ഉള്ള ടെമ്പറേച്ചർ ആയിരിക്കില്ല ആ ഒരു ലാറ്റിറ്റ്യൂഡിൽ തന്നെയുള്ള സ്ഥലത്തിൻ്റെ കോണ്ടിനെൻറ്റിൻ്റെ അകത്തേക്ക് പോകുമ്പോഴുള്ള ടെമ്പറേച്ചർ. അത് വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന വേറൊരു ടേമാണ് പെർമാഫ്രോസ്റ്റ്. അതായത് കുറേ കാലങ്ങളായി മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം ചെയ്തതാണ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് സ്പെയിൻ ആൻഡ് ക്യൂബ. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യൂബയെക്കുറിച്ച് ഇദ്ദേഹം അവിടുത്തെ ആൾക്കാരെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, അവിടുത്തെ ഇക്കോണമിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെ അദ്ദേഹം എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. എന്തുമായിട്ട്? സ്പെയിനിലെ ജീവിതവുമായി കമ്പയർ ചെയ്തു. അപ്പോൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയും അദ്ദേഹം നടത്തി. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് കോസ്മോസ്. ഇത് മറക്കരുത്, എക്സാമിന് ഉറപ്പായിട്ടും എഴുതേണ്ട പോയിൻ്റാണ്. കോസ്മോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പേര്. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഗോഡിന് സ്പേസ് കൊടുത്തില്ല. ദാറ്റ് മീൻസ് അദ്ദേഹം അന്നത്തെ ഒരു തിയോക്രാറ്റിക് ആ ഒരു ചിന്തയൊന്നും അദ്ദേഹം ഈ ജോഗ്രഫി പഠനത്തിലോ അദ്ദേഹത്തിൻ്റെ പഠനത്തിലോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബുക്സിലൊന്നും ഗോഡിനെ കുറിച്ച് പറയുന്നില്ല, ദൈവത്തിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ബുക്കിൻ്റെ ആമുഖം എഴുതുമ്പോഴോ ദൈവത്തിന് നന്ദിയായിട്ടോ അങ്ങനെയൊന്നും അദ്ദേഹം ഗോഡിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നില്ല. അദ്ദേഹം വിശ്വസിച്ച മറ്റൊരു കാര്യമാണ് ഓൾ റേസസ് ഹാഡ് കോമൺ ഒറിജിൻ, സോ നോ റേസ് ക്യാൻ ഡോമിനേറ്റ് ദ അനദർ. അപ്പോൾ എല്ലാ റേസുകളും ഒന്നുപോലെയാണെന്നും ഒന്ന് മറ്റൊന്നിന് മുകളിലോ താഴെയോ അല്ല എന്നുമാണ് ഇദ്ദേഹം വിചാരിച്ചിരുന്നത്. വൈൽ ഡീലിംഗ് വിത്ത് ദ സബ്ജക്റ്റ് മാറ്റർ ഹി കോയിൻഡ് ദ ടേം കോസ്മോഗ്രഫി, ഡിവൈഡഡ് ഇറ്റ് ഇൻറ്റു യുറാനോഗ്രഫി ആൻഡ് ജോഗ്രഫി. അപ്പോൾ ജോഗ്രഫിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇദ്ദേഹം ആ സബ്ജക്റ്റിനെ രണ്ടായിട്ട് പറഞ്ഞു. എന്തൊക്കെയാണ്? യുറാനോഗ്രഫി ആൻഡ് ജിയോഗ്രഫി. അങ്ങനെ രണ്ട് കോൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നു. അതിൽ യുറാനോഗ്രഫി ഡീൽസ് വിത്ത് സെലസ്റ്റിയൽ ബോഡീസ് ആൻഡ് ജോഗ്രഫി ഡീൽസ് വിത്ത് എർത്ത്. അപ്പോൾ നമുക്കറിയാം ജോഗ്രഫി എന്ന് പറയുമ്പോൾ എർത്തിനെ കുറിച്ചാണെന്നറിയാം. അദ്ദേഹം യുറാനോഗ്രഫി കൊണ്ടുവന്നത് സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ചിട്ട് പറയാനാണ്.
ഹി വാസ് വൺ ഓഫ് ദ പൈനിയേഴ്സ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി. അപ്പോൾ നമുക്കറിയാം ഇദ്ദേഹം നേരത്തെ കോൺട്രിബ്യൂഷൻസ് വായിച്ചപ്പോഴൊക്കെ നമുക്കറിയാം കൂടുതലും ഫിസിക്കൽ ജോഗ്രഫിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഹ്യൂമൻ ജോഗ്രഫിയിലെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ ലേക്ക് വാലൻസിയയുടെ കാര്യം പറഞ്ഞതായാലും ഒറിനോക്കോ റിവറിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെന്താ വോൾക്കാനോസിൻ്റെ അകത്തേക്ക് പോയി എർത്തിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ശ്രമിച്ചു, പിന്നെ മൗണ്ടെയിൻ ചെമ്പുറാസോ മൗണ്ടെയിൻ്റെ മുകളിൽ അസെൻഡ് ചെയ്തു. അപ്പോൾ അതൊക്കെ എന്താണ് കൂടുതലും ഫിസിക്കൽ ജോഗ്രഫിയിലാണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഹ്യൂമൻ ജോഗ്രഫിക്ക് ചെയ്തിരുന്നില്ല എന്നല്ല, എങ്കിലും ഫിസിക്കൽ ജോഗ്രഫിയുടെ ഒരു പൈനിയർ ആയിരുന്നു അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഹി ബിലീവ്ഡ് ഇൻ ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡി. ഇൻഡക്റ്റീവ് റീസണിങ് മൂവ്സ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻ ടു ബ്രോഡ് ജനറലൈസേഷൻ. അപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡിലാണ് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് ഒരു സ്പെസിഫിക് ഒബ്സർവേഷൻ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒബ്സർവ് ചെയ്തതിന് ശേഷം അത് ബ്രോഡായിട്ട് പറയുന്നതിനെക്കുറിച്ച്. എക്സാമ്പിൾ ഇപ്പോൾ അദ്ദേഹം ഒരു വോൾക്കാനോയെക്കുറിച്ച് പഠിച്ചെങ്കിൽ അത് അവിടെ നിന്ന് ഗ്യാസ് ഏതൊക്കെ എമിറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അപ്പോൾ വോൾക്കാനോസിൽ നിന്ന് ഇത്തരം ഗ്യാസുകൾ വരാം, അങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു. അതായത് ബിലീവ്ഡ് ഇൻ ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റഡി. ഇൻഡക്റ്റീവ് റീസണിങ് മൂവ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻ ടു ബ്രോഡ് ജനറലൈസേഷൻ. ഇമ്പോർട്ടൻസ് ഓഫ് എംപറിക്കൽ മെത്തേഡ് ഓഫ് റിസർച്ച്. അതായത് റിസർച്ച് ചെയ്യുമ്പോൾ എപ്പോഴും എംപറിക്കലായിട്ട് ചെയ്യണം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് അദ്ദേഹത്തിൻ്റെ ആ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. എംപറിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഇദ്ദേഹം നമുക്ക് നേരത്തെ കഥ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള എവിടെയാണ് ആമസോൺ റിവറിൻ്റെ ഭാഗം, ഓറിനോക്കോ റിവറിൻ്റെ ഭാഗം, പിന്നെ വോൾക്കാനോയുടെ അകത്ത് പോയി ഗ്യാസ് കളക്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എന്താണ്? റിയലായിട്ട് ഡേറ്റ കളക്ട് ചെയ്യാനാണ്. അപ്പോൾ എംപറിക്കൽ മെത്തേഡ്, ഡേറ്റ ഡയറക്റ്റ് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഒബ്സർവേഷനിൽ കൂടെ വേണം റിസർച്ച് ചെയ്യാനുള്ളത് എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹി കോൺട്രിബ്യൂട്ടഡ് ടു സിസ്റ്റമാറ്റിക് ജോഗ്രഫി. സിസ്റ്റമാറ്റിക് ജോഗ്രഫിയിൽ ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തു. എന്താണ് സിസ്റ്റമാറ്റിക് ജോഗ്രഫി? ഇസ് എ ബ്രാഞ്ച് ഓഫ് ജോഗ്രഫി ദാറ്റ് ഫോക്കസ് ഓൺ ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ഫിനോമിന ആൻഡ് ദെയർ ഇൻ്റർ കണക്ഷൻ അക്രോസ് ഡിഫറെൻറ്റ് റീജിയൻ. ഓരോ ഫിനോമിനയെക്കുറിച്ച് പഠിക്കുക, എന്നിട്ട് അതിൻ്റെ കണക്ഷൻ ത്രൂ ഔട്ട് ദ വേൾഡ് എങ്ങനെയാണെന്ന് പഠിക്കുക. അതാണ് സിസ്റ്റമാറ്റിക് ജോഗ്രഫി. അപ്പോൾ ഇദ്ദേഹം സിസ്റ്റമാറ്റിക് ജോഗ്രഫിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇത്രയൊക്കെയാണ് ഏറ്റവും ബ്രീഫായിട്ട് അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിൻ്റെ കോൺട്രിബ്യൂഷൻസ് ടു ജോഗ്രഫി എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ മാർക്കിന് ഇത്രയൊക്കെ എഴുതിയാൽ മതിയാവും. പിന്നെ ഈ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും പഠിക്കാതെ പോകരുത്. അപ്പോൾ ഇനി അടുത്ത വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.